വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വഖഫ് ബിൽ മുസ്ലിം വിരുദ്ധമല്ല. ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. हमने साहब मैं अभी भी आपके माध्यम से इस सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक़्फ में एक भी नॉन मुस्लिम नहीं आएगा. ये एक्ट में ऐसा कोई प्रावधान नहीं. मगर जो वक़्फ बोर्ड है और वक़्फ परिषद है, उसका काम क्या है? वक़्फ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का. വഖഫ് ബോർഡ് മതത്തിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. The legislation, piece of legislation given priority by this government, you can see that to have only one agenda, to divide our own Bharat Mata on the name of religion. To divide Bharat Mata on the name of religion. This is the only one agenda. ബില്ലിലൂടെ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമം എന്നായിരുന്നു CPM അംഗം K രാധാകൃഷ്ണന്റെ വിമർശനം. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് 2025 വലിയ തമാശ എന്നായിരുന്നു E.T. മുഹമ്മദ് ബഷീറിന്റെ പരിഹാസം. Honorable Prime Minister has committed a speech, lengthy speech, claiming as he is the savior of the minorities. I would like to say that is the biggest tamasha of 2025. There has no iota of truth in it. It is his government. He tortured the minorities in India, physically, mentally, socially and economically. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ബില്ലിന്മേൽ ചൂടേറിയ ചർച്ചയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കിരൺ റിജിജുവിന്റെ മറുപടി എപ്പോഴേക്കുണ്ടാകും? എത്ര അംഗങ്ങൾ ഇനി സംസാരിക്കാനുണ്ട്? പുതിയ വിവരങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ ശക്തമായ വിമർശനങ്ങളും ആരോപണങ്ങളും കൃത്യമായ മറുപടികളുമാണ് ഭരണ പ്രതിപക്ഷങ്ങൾ ഈ ചർച്ചയുടെ വേളയിൽ ഉന്നയിക്കുന്നത്. ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയത് ഇത് ഭരണഘടനാ വിരുദ്ധമല്ല. ഈ നിലവിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബില്ല് കൃത്യമായ ചർച്ചകളിലൂടെ, സംവാദങ്ങളിലൂടെ, നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ബില്ല് രൂപപ്പെടുത്തിയതെന്നായിരുന്നു കിരൺ റിജിജു അറിയിച്ചത്. UPA കാലത്ത് അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ വഖഫ് ബോർഡിന് നൽകി. അതെല്ലാം പരിമിതപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അതെല്ലാം, അതായത് പല ഭൂമികൾ വഖഫാണെന്ന് അവകാശപ്പെടുന്നു. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് മാറിയപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പുതിയ നിയമം, അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് ക്ഷേമമുണ്ടാക്കുന്ന രീതിയിലാണ് ആ ബില്ല് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതായിരുന്നു കിരൺ റിജിജു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അതിനുശേഷം ഗൗരവ് ഗൊഗോയ്, പ്രതിപക്ഷത്ത് നിന്ന് ഗൗരവ് ഗൊഗോയ് ആ ബില്ലിനെ ശക്തമായി എതിർത്തു. വിഭജനത്തിൻ്റെ സ്വഭാവമാണ് ഈ ബില്ലിലുള്ളത് എന്നതായിരുന്നു ഗൗരവ് ഗൊഗോയ് ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ പല അംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്ത് നിന്ന് വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിനൊടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെയും UPA സർക്കാരിനെയും വിമർശിച്ച് രംഗത്ത് വരികയും ഉണ്ടായി. ഈ നുണപ്രചാരണമാണ് ഈ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് CAA നടപ്പിലാക്കിയ സമയത്തും ഇത്തരത്തിൽ നുണപ്രചാരണം നടത്തി. എന്നിട്ട് ആ CAA നടപ്പിലാക്കിയപ്പോൾ ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടമായോ എന്ന് അമിത്ഷാ ചോദിക്കുകയുണ്ടായി. മാത്രമല്ല, ഇസ്ലാമിക ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത്, ന്യൂനപക്ഷങ്ങളുടെ പൈസ കട്ടെടുക്കുന്നവരെ പിടികൂടാൻ കൂടിയാണ് ഈ പുതിയ ബില്ല് എന്നായിരുന്നു അമിത്ഷാ നൽകിയ മറുപടി. ഒപ്പം കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ CPIM K രാധാകൃഷ്ണൻ MP
ശക്തമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് സഭയിൽ ഉണ്ടായത്. പറഞ്ഞതിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ അല്ല ഈ ബില്ല് കൊണ്ടുവന്നത് എന്ന് ഭരണപക്ഷത്തിന് തന്നെ അറിയാം. അത്തരത്തിൽ ന്യൂനപക്ഷ ക്ഷേമത്തിലായിരുന്നെങ്കിൽ ആ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കണമായിരുന്നു. എന്നാൽ ഓരോ വർഷവും ആ സ്കോളർഷിപ്പിൻ്റെ തുക വെട്ടിക്കുറയ്ക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ദേവസ്വം ബോർഡുകളിലെ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് സുരേഷ് ഗോപിക്ക് മറുപടി നൽകേണ്ടി വന്നു. സുരേഷ് ഗോപി അതിനെ വിമർശിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി പറഞ്ഞത് കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് നാളെ രാജ്യസഭ ഈ ബില്ലിന്മേൽ ഒരു തീരുമാനം എടുക്കുന്നതോടുകൂടി കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയം അറബിക്കടലിൽ മുങ്ങിത്താഴേണ്ടി വരും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ക്ഷുഭിതനായിക്കൊണ്ട് അദ്ദേഹം ഇതിനെതിരെ വിമർശിച്ചത്. അതിനുശേഷം KC വേണുഗോപാൽ MP സംസാരിച്ചു. അദ്ദേഹവും ഇതിനെതിരെ ശക്തമായ എതിർപ്പ് ഈ ബില്ലിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഇന്ത്യയെ കൃത്യമായി വിഭജിക്കുവാനുള്ള, മതപരമായി വിഭജിക്കുവാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് എന്നായിരുന്നു KC വേണുഗോപാലും ഇത് സംബന്ധിച്ച് വിമർശിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബില്ലിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഭരണപക്ഷം ഈ ബില്ല് മുസ്ലിം ക്ഷേമത്തിനായാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അവർ അതിനെ പ്രതിരോധിക്കുന്നത്. TDP JDU ഉൾപ്പെടെയുള്ള NDA ഘടകകക്ഷികളും ഈ ബില്ലിനെ അനുകൂലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 39 അംഗങ്ങളായിരിക്കും ഈ ചർച്ചയുടെ വേളയിൽ സംസാരിക്കുക. അതിൽ 30ഓളം അംഗങ്ങൾ സംസാരിച്ചതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ചർച്ചകൾക്കൊടുവിലായിരിക്കും കിരൺ റിജിജു അംഗങ്ങൾക്കുള്ള മറുപടി നൽകുക. അതിനുശേഷമായിരിക്കും ഈ ബില്ല് പാസ്സാക്കാനുള്ള നടപടികളിലേക്ക്, വോട്ടിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ലോക്സഭ കടക്കുക. റിജിത്ത്. അച്യുതൻ തുടരുക. വളരെ ചൂടേറിയ ചർച്ച ഇപ്പോഴും നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട്, വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടക്കുകയാണ്. ഇനിയും 9 or 10 അംഗങ്ങൾ സംസാരിക്കാനുണ്ട്, ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കിരൺ റിജിജുവിൻ്റെ മറുപടി ഉണ്ടാകും. അതിനുശേഷം ബില്ല് പാസ്സാക്കുന്ന നടപടികളിലേക്ക് ലോക്സഭ കടക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ലോക്സഭയിൽ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിരുന്നു. വഖഫ് ഭൂമികൾ നിയന്ത്രിക്കാൻ മാത്രമാണ് ഈ ബില്ലെന്നും പള്ളികളുടെ നിയന്ത്രണത്തെ അത് ബാധിക്കില്ല എന്നും കിരൺ റിജിജു സഭയിൽ വ്യക്തമാക്കിയിരുന്നു. വഖഫ് വസ്തുക്കളുടെ പരിപാലനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പ്രതിപക്ഷം ഉയർത്തുന്നത് പോലെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിലില്ല എന്നും ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന വിമർശനമൊക്കെ ഭരണപക്ഷത്ത് നിന്ന് നമ്മൾ കേട്ടു. വഖഫ് ബില്ലിലൂടെ ഒരു ഭൂമിയും തട്ടിയെടുക്കില്ല, രാജ്യത്തുടനീളം പ്രതിപക്ഷം നുണ പ്രചരിപ്പിക്കുകയാണ് എന്ന പരാമർശം കേന്ദ്ര മന്ത്രി കിരൺ റിജിജു നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ അമിത്ഷാ സംസാരിക്കുന്ന ഘട്ടത്തിൽ ബിൽ ഭരണഘടനാ വിരുദ്ധമല്ല, പ്രതിപക്ഷം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുകയാണ്, നിരവധി സ്ഥലങ്ങൾ വഖഫിൻ്റെ പേരിൽ പലരും കൈക്കലാക്കിയിട്ടുണ്ട്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ, അത്തരത്തിലുള്ള സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബില്ല് എന്ന കാര്യം ഭരണപക്ഷം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. വഖഫ് അഴിമതി നിയന്ത്രിക്കാൻ ഈ ബിൽ സഹായകമാകും എന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങളെ തള്ളിക്കൊണ്ട് അമിത്ഷാ വ്യക്തമാക്കുന്നു. അതിനിടയിൽ കേരള MPമാരുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബിൽ എന്ന പ്രതികരണം KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ശ്രമമാണ് എന്ന് AT മുഹമ്മദ് ബഷീർ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അതിനിടയിൽ വളരെ നാടകീയമായ രംഗങ്ങൾക്കും സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചിരുന്നു. അച്യുതൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. അച്യുതൻ, ഈ കേരള MPമാർക്കിടയിൽ തന്നെ ഒരു വാക്പോര് ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. വളരെ പ്രകോപിതനായിക്കൊണ്ട്, ക്ഷുഭിതനായിക്കൊണ്ട് സുരേഷ് ഗോപി K രാധാകൃഷ്ണന് മറുപടി നൽകുന്നത് കണ്ടു. രാജ്യസഭ കൂടി ഇത് പാസ്സാക്കിയാൽ കേരള നിയമസഭ അവതരിപ്പിച്ച പ്രമേയം അത് അറബിക്കടലിലേക്ക് പോകും എന്ന പരിഹാസത്തോടു കൂടിയുള്ള പ്രതികരണം, കേരള MPമാർ സ്വീകരിച്ച നിലപാട്, അവരുടെ പരാമർശങ്ങൾ, അതിനിടയിലെ സുരേഷ് ഗോപി ക്ഷുഭിതനായി നൽകിയ മറുപടി, വിശദാംശങ്ങൾ അച്യുതൻ. അരിജിത്ത്, K രാധാകൃഷ്ണൻ MP ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് ആ ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് K രാധാകൃഷ്ണൻ MP ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, പണ്ട് കേരളത്തിൽ ദേവസ്വം ബോർഡുകളുണ്ട്. അതിൽ ഒരിക്കൽ ദേവസ്വം ബോർഡിലെ ഒരു മെമ്പറിൻ്റെ പേര്, ഒരംഗത്തിൻ്റെ പേര്, ക്രിസ്ത്യൻ പേര് വന്നതിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട്, അദ്ദേഹം ക്രിസ്ത്യാനിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള
പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിലേക്ക് നയിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പോൾ ആ സംഭവത്തെപ്പറ്റി ഭരണപക്ഷം ചോദിക്കുകയും കൃത്യമായ വർഷം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണൻ എം പി ആ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു. 1987 ഒരു ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്ന സമരം ആ ഘട്ടത്തിലാണെന്ന് ഉണ്ടായത് എന്നും ഇതുകൊണ്ടാണ് പറയുന്നത് ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരം നൽകണം. ഇപ്പോൾ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിനിടയിൽ അമുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു, അത് മറ്റ് മതവിഭാഗങ്ങളിലും അങ്ങനെ ഏർപ്പെടുത്താൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഹിറ്റ്ലറുടെ ജർമ്മൻ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മാർട്ടിൻ ലിയോൺ മുള്ളറിൻ്റെ അന്നത്തെ കവിത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് കെ രാധാകൃഷ്ണൻ എം പിയുടെ ആ ഒരു സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം സഭാ അധ്യക്ഷൻ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ പേര് പരാമർശിച്ചതുകൊണ്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു, മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്ന് മറുപടി നൽകുകയായിരുന്നു. അത് പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിലെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടാൻ തൻ്റെ പേര് മനഃപൂർവ്വം വലിച്ചിടുകയുണ്ടായി. കേരള നിയമസഭ പാസാക്കിയ ഒരു പ്രമേയമുണ്ട്. നാളെ രാജ്യസഭ തീരുമാനം എടുക്കുന്നതോടെ ആ പ്രമേയം അറബിക്കടലിൽ മുങ്ങിത്താഴും എന്നായിരുന്നു പരിഹസിച്ചത്. ഈ ഒരു അധ്യായത്തിനായി, അതായത് ഈ വഖഫ് ബിൽ എന്ന അധ്യായം പൂർത്തിയാകുന്നത് വരെ ഒന്ന് കാത്തിരിക്കൂ എന്നതായിരുന്നു ക്ഷുഭിതനായിക്കൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞത്. അതായത് കേരള നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട കൊണ്ടുവന്ന പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറബിക്കടലിൽ മുങ്ങിത്താഴും എന്ന രീതിയിൽ ക്ഷുഭിതനായിക്കൊണ്ട് മറുപടി നൽകുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കൃത്യമായ പോരായ്മകൾ മറികടക്കാനുള്ള നീക്കം എന്നാണ് ബില്ലിനെ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. വഖഫ് ബോർഡുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ വഖഫിന്റെ നിർവചനങ്ങൾ പുതുക്കുക, രജിസ്ട്രേഷൻ പ്രക്രിയ മെച്ചപ്പെടുത്തുക, വഖഫ് രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത കൊണ്ടുവരിക, ഇങ്ങനെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നതിനിടയിലും നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ചർച്ചയിൽ പ്രതിരോധം തീർക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ഇനി വളരെ കുറച്ച് പേർ മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കിരൺ റിജിജുവിൻ്റെ മറുപടി ഉണ്ടാകും. തുടർന്ന് ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ലോക്സഭ കടക്കുകയും ചെയ്യും.